ഞാൻ റഷീദ്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാനിവിടെ പറയുന്നത് 5 വർഷം മുമ്പ് നടന്നൊരു പ്രേതാനുഭവമാണ്. അപ്പോൾ കഥ കേൾക്കാൻ തയ്യാറായി നിന്നോളൂ. അപ്പോൾ പോകാം കഥയിലേക്ക്. നിരവധി സ്ഥലങ്ങളിൽ റൂബർ ഓടിച്ച് വീട്ടിൽ ചെന്ന് വീടും കടം തീർക്കാമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയിരിക്കെ ഞാനുടൻ തന്നെ നേരെ പോയി ഓട്ടോറിക്ഷ വാങ്ങി നല്ലൊരു ഓട്ടോ മുതലാളിയായി മാറി. ഓട്ടോ ഓടിച്ച് നിരവധി സ്ഥലങ്ങളിൽ ആളുകളെ വീട്ടിലെത്തിക്കുകയും ഓഫീസിലെത്തുകയും ചെയ്ത് മടങ്ങുകയായിരുന്നു ഞാൻ. ഉടൻ തന്നെ സമയം നോക്കിയത് രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയും. കമ്പിളിപ്പടി കയറി നേരെ ചെന്നപ്പോൾ മൂത്രസംഖ്യ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും വണ്ടി നിർത്തി കാര്യം സാധിച്ചതിന് ശേഷം തിരിഞ്ഞു പോകുന്ന സമയത്ത് സമയം നോക്കിയതും രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. കുറുക്കന്മാർ കൂട്ടമായി കോരിയിട്ടു. അങ്ങനെ കാലംകോയുടെ ശബ്ദവും കൂമൻ്റെ ശബ്ദവും നത്ത് കരയുന്നതും അടുത്തു വന്നു. ഏതോ ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. ഞാൻ ചുറ്റും നോക്കി. അവിടെ ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വെള്ള സാരി അണിഞ്ഞ ഒരു സ്ത്രീരൂപം കൊലുസിൻ്റെ ശബ്ദത്തോടുകൂടി അവിടെ നിന്നും വരുന്നു. ഞാൻ വണ്ടിയെടുത്ത് അതിവേഗത്തിൽ ഓടിച്ചുപോയി. വീട്ടിലെത്തിയതും എനിക്ക് പൊള്ളുന്ന പനി. ഞാൻ ചുറ്റും നോക്കി. എന്നിട്ട് പതിവ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ഓട്ടോ എടുത്ത് ക്ഷേത്രത്തിൽ ചെന്ന് ചരടും ജപിച്ച് കയ്യിൽ ധരിച്ചതും അത് മാറി. പിന്നീട് നാട്ടുകാരോട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി. അവിടെ ഒരു സ്ത്രീ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരണപ്പെട്ടിട്ടുണ്ടത്രേ. ഞാൻ കണ്ടത് ആ സ്ത്രീയുടെ ആത്മാവിനെ ആയിരിക്കും. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. എന്നോട് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇതിനടുത്തൊരു കഥയുമായി ഞാൻ വീണ്ടും